സഭകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യകതയും സമുദായത്തിന്റെ ശക്തിക്കും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതവുമാണെന്ന് ബിഷപ്പ് മാർ ജോസഫ് കിളറങ്ങാട്ട് കടുത്തുരുത്തിയിൽ നടന്ന സീറോ മലബാർ സമുദായ ശാക്തീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. രാഷ്ട്രീയത്തിലും ഭരണസേവന മേഖലകളിലുമെല്ലാം സഭ മക്കളുടെ സാന്നിധ്യം കൂടുതൽ കരുത്തോടും ശക്തിയോടും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ ബിഷപ്പ് സഭയിൽ കന്യാസ്ത്രീകൾ ചെയ്യുന്ന സേവനം മഹത്തരമാണെന്നും കന്യാസ്ത്രീകളില്ലാത്ത സഭയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ഓർമ്മിപ്പിച്ചു. കത്തോലിക്കരുടെ ഐക്യത്തിനാവണം പ്രാമുഖ്യം നൽകേണ്ടത്. നസ്രാണി ദീപികയുടെ ആരംഭത്തെക്കുറിച്ചും ഇതിലൂടെ ലക്ഷ്യം വെച്ച കാര്യങ്ങളും അദ്ദേഹം സമ്മേളനത്തിൽ അനുസ്മരിച്ചു. അവരെല്ലാം തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. നസ്രാണികളുടെ അടിത്തറ കച്ചവടവും കാർഷിക വൃത്തിയുമായിരുന്നു. അതിലേറ്റവും കീർത്തിക്കേണ്ട സ്ഥലമായിട്ട് കടുത്തുരുത്തി നമ്മളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ദേശം മുട്ടിച്ചിറ വലിയ കേന്ദ്രമാണ്. മുട്ടിച്ചിറ ശ്രീവായെ കുറിച്ച് കേൾക്കാത്തവർ ആരുമില്ല. കോതനെല്ലൂരും അതുപോലെ തന്നെയാണ്. സഹോർ, പ്രോത്ത്, ഗർവാശീഷ് ഇങ്ങനെയുള്ള അവർ വലിയ വിശുദ്ധരായ പിതാക്കന്മാരുടെ സഹോറും പ്രോത്തും അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, കടുത്തുരുത്തി ഫൊറോന പള്ളി വികാരി ഫാദർ ജോൺ പാളിത്തോട്ടം, SMYM രൂപത പ്രതിനിധി എഡ്വിൻ ജോസ് മുണ്ടുമാക്കിൽ, ഷീബ ബിനോയ് പള്ളിപ്പറമ്പിൽ, ജോസ് ജെയിംസ് നിലപ്പന എന്നിവർ പ്രസംഗിച്ചു. മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മുട്ടുചിറ ഫൊറോന പള്ളി വികാരി ഫാദർ അബ്രാഹം കൊല്ലിത്താനത്ത് മലയിൽ, കോതനല്ലൂർ ഫൊറോന വികാരി ഫാദർ കുര്യൻ കാലായിൽ, താഴത്തുപള്ളി സഹവികാരി ഫാദർ അബ്രാഹം പെരിയപ്പുറത്ത്, മോൻസ് ജോസഫ് MLA, വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, സമുദായ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്തുരുത്തി, മുട്ടുചിറ, കോതനല്ലൂർ ഫൊറോനകളുടെ പരിധിയിലെ 22 ഇടവകളുടെ നേതൃത്വത്തിലാണ് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി ഇടവകയിൽ സമ്മേളനം നടന്നത്.